ഇന്നത്തെ ദിവസം നമുക്ക് നിലമ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണം സജീവമാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് എടക്കര പഞ്ചായത്തിലാണ് പര്യടനം നടത്തുന്നത്. ആദ്യം പ്രചാരണം ആരംഭിച്ച UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് സ്വകാര്യ സന്ദർശനത്തിലാണ്. ഇന്നലെ മുതൽ വോട്ടർമാരെ കണ്ട് പ്രചാരണം തുടങ്ങിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഇന്നും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കും. വിവരങ്ങൾ നൽകാനായി സേഫ് സെയിൻ ലാബ്ദിനും സാജിദ് അജ്മലും നിലമ്പൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. സാജിദിലേക്ക് ആദ്യം കടക്കാം. സാജിദ്, ഗുഡ് മോർണിംഗ്. ഏതായാലും പ്രചാരണ ചൂട് തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഇന്നും നാളെയും പെരുന്നാൾ അവധിയാണ്. പ്രചാരണത്തിന് അവധിയുണ്ടോ? ദിവ്യ, ഗുഡ് മോർണിംഗ്. UDF ക്യാമ്പിന് പ്രചാരണത്തിന് ഒരു അവധി നൽകിയിരിക്കുകയാണ്. സമ്പൂർണ്ണ അവധിയല്ല, പക്ഷേ ഈ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാടടച്ച പ്രചരണം ഉണ്ടായിരിക്കില്ല. പകരം ആര്യാടൻ ഷൌക്കത്ത് സ്വകാര്യ സന്ദർശനങ്ങളിലാണ് ഇന്ന് ഉള്ളത്. നാളെ അദ്ദേഹം ഈ വീട്ടിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് എത്തും, അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ഈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കാണുക, അങ്ങനെ പൂർണ്ണമായി സ്വകാര്യ സന്ദർശനങ്ങളാണ് ആര്യാടൻ ഷൌക്കത്ത് ഇന്നും നാളെയും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട നേതാക്കളും ഈ നിലമ്പൂരിൽ നിന്ന് ഇന്നും നാളെയും ഉണ്ടാവില്ല. പിന്നീട് ഞായറാഴ്ച മുതൽ ഏറ്റവും അവസാന ലാപ്പിലേക്ക് കടക്കുകയായിരിക്കും. ആ രീതിയിലുള്ള വലിയ പ്രചാരണ പരിപാടികളാണ് ഉണ്ടാവുക. അതിൽ കോൺഗ്രസ് പ്രവർത്തകരും UDFന്റെ നേതാക്കളും എല്ലാം തന്നെ കാത്തിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെയാണ്. പ്രിയങ്ക ഗാന്ധി സാധാരണ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് എത്താറില്ല. പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിക്കാനുള്ളൊരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല വിഷയങ്ങളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചർച്ചയായിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനം ഇന്നലെ ഉണ്ടായ ഈ പെരുന്നാൾ അവധി മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ഈ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച് LDF വലിയ ആയുധമാക്കുകയും പ്രചരണം സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ അത്തരമൊരു സംഗമം പോലും നടത്തുന്നുണ്ട്. ഇതിന് തങ്ങളുടെ കാലത്ത് ഈ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മറുപടി നൽകി പോകുന്നത്. അതോടൊപ്പം തന്നെ +2 സീറ്റ് വിഷയം മലപ്പുറത്തിനെതിരെ നടത്തിയ CPM നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം നടത്തിയ പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെ ആയുധമാക്കുകയാണ് UDF ചെയ്യുന്നത്. എന്തായാലും ഒരു പെരുന്നാളിന്റെ ഒരു ആലസ്യം, ഒരു അവധി എന്തായാലും 2 ദിവസം UDF ക്യാമ്പിന് ഉണ്ടാകും. പക്ഷെ സ്ഥാനാർത്ഥി ഈ സ്വകാര്യ സന്ദർശനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. സാജിദ്, നേരത്തെ ഷഫി പറമ്പിലുമായി സാജിദ് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പരാമർശമൊക്കെ, അത് തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ UDF ക്യാമ്പിനുണ്ടോ? ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവന ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന ഒരു ആശങ്ക എന്തായാലും UDFന് ഉണ്ട്. അവർ എന്താണ് KC വേണുഗോപാൽ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. UDF നേതാക്കളെല്ലാം തന്നെ പറയുന്നത് KC വേണുഗോപാൽ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൈക്കൂലി വാങ്ങുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് ഈ സർക്കാർ കുടിശ്ശിക വരുത്തുന്നു, അത് പിന്നീട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന തരത്തിലാണ് പറയുന്നത്. ആ കാര്യങ്ങൾ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ UDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. LDF സർക്കാരിന്റെ കാലത്ത് നാമമാത്രമായ വർധനവാണ് വരുത്തിയത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഒരു വിധവയാണെങ്കിൽ അവർക്ക് വിധവാ പെൻഷനും വാർദ്ധക്യ പെൻഷനും ലഭിക്കുമായിരുന്നു. ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷിയുടെ പെൻഷനും അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും സാമൂഹ്യ പെൻഷൻ ഇങ്ങനെ ലഭിക്കുമായിരുന്നു. ഇതെല്ലാം തന്നെ ഏകീകരിച്ച് ഒറ്റ പെൻഷനാക്കി മാറ്റി. അത് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയാണെങ്കിൽ ആശാവർക്കർമാരുടെ സംഗമം കൂടി CPM നടത്തണമെന്ന് പറയുന്നു. ഇത് കൂടാതെ നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ നിന്നും പണം ലഭിച്ച് 8 മാസം കഴിയുകയാണ്. അത്തരം ഒരു നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾ
എതിരാളികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കാൻ കൂടി UDF ആലോചിക്കുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് പറയുന്നതിന് അതേ രീതിയിൽ തിരിച്ചടിക്കുക എന്നൊരു തന്ത്രമാണ് കോൺഗ്രസിന്റെയും UDFന്റെയും ഈ യുവ നേതാക്കൾ സ്വീകരിക്കുന്നത്. ഷാഫി പറമ്പിലും വിഷ്ണുനാഥും PK ഫിറോസും എല്ലാം അടക്കമുള്ള നേതാക്കൾ അത്തരം ചില ആലോചനകളിലാണ് ഇപ്പോഴുള്ളത്.